പ്രിയമുള്ളവരെ, ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഖൈറും കിട്ടുന്ന ഒരു 4 വിഭാഗം ആളുകളെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. 4 കൂട്ടരുണ്ട്. അവർക്ക് ഉഅത്തിയ ഖൈറ ദുനിയാവുൽ ആഖിറ, ദുനിയാവിലെ ആഖിറതയും എല്ലാ ഖൈറും നൽകപ്പെട്ടവനെ പോലെയാണ്. ഏതായി 4 കാര്യം? ആ 4 കാര്യം നമ്മുടെ ലൈഫിലുണ്ടോ? നമുക്ക് തന്നെ അറിയാം നമ്മൾ വിജയിച്ചു, പിന്നെ ദുനിയാവിലെ ആഖിറത്തിൽ നമ്മൾ പരാജയപ്പെടില്ല. അതില്ലെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഉണ്ടാകാൻ എന്താ മാർഗം? ഉണ്ടായവർക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ, ബെനിഫിറ്റുകൾ? ഏതാണ് ആ 4 കാര്യം? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഹഫീസിൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷങ്ങൾ പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന എത്ര നാളുകളായി കൂടെ നിൽക്കുന്നവർ, ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു സന്തോഷവും റാഹത്തും നൽകട്ടെ. എല്ലാ പ്രയാസ രോഗം അല്ലാഹു മാറ്റി തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുനികൾക്കും മഫ്റത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നത് 4 കാര്യത്തിലാണ്. 4 കാര്യം ഒരാൾക്ക് കിട്ടിയാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് വിജയികൾക്ക് മാത്രം കിട്ടുന്ന കേസാണ്. അത് ആർക്കെങ്കിലും അല്ലാഹു കൊടുക്കില്ല. അല്ലാഹു ഒരുപാട് നിഅമത്ത് വാരിക്കോരി കൊടുക്കുന്ന, ഖൈറ് കൊടുക്കുന്ന, വിജയം കൊടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ഈ 4 സമ്മാനം കൊടുക്കും. അപ്പോൾ ഒരാൾ വിജയിയായിട്ടുണ്ടോ? ഈ ലോകത്തും പരലോകത്തും ഇരുലോകത്തെയും നന്മ ഒരാൾക്ക് കിട്ടാൻ അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് എന്ത്? ഈ 4 കാര്യങ്ങൾ. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാവിധ ഖൈറും നിഅമത്തും നമുക്ക് തരാൻ കാരണമാവും. അത് ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഹദീസിൽ വളരെ മനോഹരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? ഈ ഹദീസ് ഇമാം തൊബറാനി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹദീസിൽ പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ തൊട്ടാണ് ഹദീസ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ത് പറയുന്നത്? എന്താ ഹദീസിൽ വന്നത്? അർബഉൻ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. അർബഉൻ 4 കാര്യം. ആ 4 കാര്യം മൻ ഉഅതിയഹുന്ന, ആ 4 കാര്യത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അല്ലാഹു കൊടുത്തു കഴിഞ്ഞാൽ, ആ 4 കാര്യം ഒരാൾക്ക് കിട്ടിയാൽ ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിനെയും ആഖിറത്തിനെയും ഖൈർ അയാൾക്ക് കിട്ടി എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ ദുനിയാവും ആഖിറത്തിലെയും എല്ലാ ഖൈറും ഒരാൾക്ക് കിട്ടി, അല്ലെങ്കിൽ കിട്ടുന്നു, അല്ലാഹു തരുന്നു എന്നതിൻ്റെ സൂചന ഈ 4 കാര്യങ്ങൾ കിട്ടലാണ്. അതൊരാൾക്ക് കിട്ടലാണ്. ഏതാ 4 കാര്യം നോക്കാം, നമുക്ക് ഓടിച്ചു പറഞ്ഞു പോകാം. ഖൽബൻ ശാക്കിറൻ, നന്ദി ചെയ്യാനുള്ള, നന്ദി ബോധിപ്പിക്കാനുള്ളൊരു മനസ്സ്. അതാരാ? പടച്ചവനോടായാലും പടപ്പുകളോടായാലും നന്ദി ബോധ്യപ്പെടുത്താം, അതിനൊരു മനസ്സ്. അത് വല്ലാത്ത മനസ്സാണ്. ആ ഒരവസ്ഥ നമുക്കുണ്ടാകണം. നമുക്ക് ആര് എന്ത് ഗുണങ്ങൾ ചെയ്തു തന്നാലും ആ ചെയ്യുന്ന വ്യക്തി ആരായിക്കോട്ടെ അവരോടതിൻ്റെ നന്ദി വാക്ക് പറയണം. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്, റാഹത്താണ്, വലിയ ഉപകാരമായി പോയി, ജസാക്കല്ലാഹു ഖൈറ. മിനിമം നമ്മൾ ഈ വാക്ക്, ഈ ദുആയെങ്കിലും പറഞ്ഞു കൊടുക്കണം. ജസാക്കല്ലാഹു ഖൈറ, ഏറ്റവും വലിയ വാക്കല്ലേ. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒക്കെ ഉദ്ധരണി കാണാം. ഈ വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്മാനം തിരിച്ചു കൊടുക്കുന്നത് പോലെയാണ്. അള്ളാഹു വീണ്ടും വീണ്ടും നിഅമത്തുകൾ തന്നുകൊണ്ടിരിക്കാൻ ഈ വാക്കൊരു കാരണമാണ്. ഒരു വ്യക്തി എന്തെങ്കിലും നമുക്ക് ഖൈറായ ഒരു കാര്യം പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു, ഒരു വഴി പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഖൈറായ ഇൽമു പറഞ്ഞു തന്നു, ഇത്ര സന്തോഷമാണ്. അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യം നമുക്ക് ചെയ്തു തന്നു, നമ്മളൊന്ന് സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു, ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു നിനക്ക് ഖൈർ നൽകട്ടെ എന്നാ ഈ ദുആ. ഈ ദുആക്ക് വല്ലാത്ത പ്രതിഫലമാണ്, കിതാബിലൊക്കെ കാണാം. അപ്പോൾ ഈ ദുആ മനസ്സറിഞ്ഞ് പറയാമെന്ന് പറയുന്നത് അത് നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമയ്ക്കാ പറ്റുള്ളൂ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ പിന്നെ വേറൊരാളോട് നമ്മൾ മസല ചോദിക്കണ്ട. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അർബഉൻ മൻ ഉഅതിയഹുന്ന ഉഅതിയ ഖൈറ ദുനിയാ വൽ ആഖിറ. 4 കാര്യം ചെയ്താൽ, 4 കാര്യം കിട്ടിയാൽ എല്ലാം കിട്ടിയ പോലെ ദുനിയാവിലും ആഖിറത്തിലെയും. ആ 4 കാര്യം ഫസ്റ്റ് വൺ എണ്ണുന്നത് ഈ കാര്യമാണ്. ഖൽബൻ ശാക്കിറൻ, ശുക്റുള്ളൊരു ഹൃദയം, നന്ദിയുള്ളൊരു മനസ്സ്, അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. പിന്നെ എല്ലാറ്റിലും അള്ളാഹുവിനോട് ഇങ്ങനെ നന്ദി ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം.
കാരണം എപ്പോഴും നമ്മൾ ഇപ്പം ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഏറ്റവും മൂല്യമുള്ള അള്ളാഹുവിൻ്റെ ഒരു നിഅമത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതെന്താ? ഞാൻ ശ്വാസം എടുക്കുന്നില്ലേ? ഏറ്റവും മിനിമം. എൻ്റെ ശരീരം വർക്ക് ചെയ്യുന്നില്ലേ? എൻ്റെ ശബ്ദം അനങ്ങുന്നില്ലേ? അതിനൊക്കെ എത്രയോ കോശങ്ങളുടെ എത്രയോ പ്രവർത്തനങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. നിങ്ങൾ കാണുന്നത് കേൾക്കുന്നത് എത്ര അവയവങ്ങളുടെ കോശങ്ങളുടെ പ്രവർത്തനമാണ്, വർക്കൗട്ടാണ്. ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാൻ എപ്പോഴും നമ്മുടെ വാക്കിലൂടെ നാക്കിലൂടെ വരണം. അതാ പറയുന്നത്. നന്ദി അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിങ്ങനെയില്ല. അള്ളാഹിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ശുക്റിനെക്കുറിച്ച്, നിഅമത്തിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുക. അതിൻ്റെ നിഅമത്ത് അള്ളാഹു എന്തെല്ലാം ഗുണങ്ങൾ ചെയ്തു അങ്ങനെ ഓർക്കുമ്പോൾ സ്വാഭാവികമായും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ പറഞ്ഞു പോകും. അങ്ങനെ മുഅ്മിൻ കൂടുതൽ ഇത് പറഞ്ഞു പോകുമ്പോൾ അവ്വലു യുദ്ആ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കും ഈ അൽഹംദുലില്ലാ പറയുന്ന ആളുകളെ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താ? പാപം പുറത്തിറങ്ങി അല്ലാന്നല്ലല്ലോ, തെറ്റ് ചെയ്തു പോയെന്നല്ലല്ലോ, നിനക്കാണ് സ്തുതി റബ്ബേ എന്നുള്ള നന്ദിയുടെ വാക്കാ. ഈ വാക്ക് പറയുന്നവർ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കും. അത് വിചാരണ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നല്ല, ഹിസാബില്ലാതെ കൊണ്ടുപോകുന്ന. ഒന്നും ചോദിക്കില്ല അള്ളാഹു. കാരണം ഇത് പറയുന്നവർ വല്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ എന്തും അൽഹംദുലില്ലാ എന്ന നാവിലൂടെ വന്നാൽ ഓക്കെയാണ്. ഒരാൾ വിശേഷം ചോദിച്ചു, എന്താ ഹാല്, എന്താ ഹബീബ്, എന്തൊക്കെ വിശേഷം? എന്നാ വിശേഷം, അങ്ങനെ പോകുന്നു. അവൻ ഒരിക്കലും ഗുണം പിടിക്കില്ല. അവൻ നിഅമത്ത് നന്ദിയുടെ വാക്ക് പറഞ്ഞില്ലല്ലോ. അവൻ അൽഹംദുലില്ലാ സന്തോഷമാണ്. ഇതുപോലും പറയാൻ പറ്റാതെ ഒരു ഇച്ചിരി വെള്ളം തൊണ്ടയിലൂടെ കുടിക്കാൻ പറ്റില്ല, മൂക്കിലൂടെ ട്യൂബ് ഇട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഓർമ്മയില്ല, വെളിവില്ല, ഒന്നുമില്ല, ജീവിച്ചിരിക്കുന്നതാണോ മരിച്ചിരിക്കും ഒന്നും അറിഞ്ഞുകൂടാ, രാവാണോ പകലാണോ അറിഞ്ഞുകൂടാ, വെന്റിലേറ്ററിൽ കിടക്കുക, ഓക്സിജനിൽ കിടക്കുക, ഐസിയുയിൽ കിടക്കുക. എത്ര ആളുകളാണ്. അല്ലാഹു അൽഹംദുലില്ലാ എനിക്ക് എത്ര നിഅമത്താണ്. ആ ഒരു വാക്ക് പറയാൻ നമ്മൾ മടിക്കാൻ പാടില്ല. നമ്മൾ പറയണം. ഹോസ്പിറ്റലിൽ നമ്മൾ വേറൊരാളെ കാണാൻ വേണ്ടി ചെന്ന് ഒരുപാട് പേര് മരുന്ന് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അൽഹംദുലില്ലാ ആ മരുന്ന് വാങ്ങാൻ നിൽക്കുന്നവരുടെ ആ ക്യൂവിൽ ഞാനില്ലല്ലോ റബ്ബേ, നീയല്ലേ എന്നെ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കണ്ടേ? അതിലൊരാളായിട്ട് അൽഹംദുലില്ലാ ഹോസ്പിറ്റൽ കണ്ടു. അല്ലാഹു എത്ര രോഗികൾ അവിടെ കിടക്കുന്നത്, ഇന്ന് പോകാം നാളെ പോകാമെന്ന് കരുതി. കുറേ ക്രിട്ടിക്കൽ സ്റ്റേജ് 24 മണിക്കൂർ, പിന്നെ 44 മണിക്കൂർ പറഞ്ഞു, 42 മണിക്കൂർ പറഞ്ഞു, അത് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എത്ര പേരാ പ്രയാസി കിടക്കുന്നത്. എന്നെ നീ ആക്കിയില്ലോ അല്ലാ, അതിനകത്തല്ലോ, ഞാൻ പുറത്തല്ലേ. അൽഹംദുലില്ലാ വാക്കല്ലേ, വല്ലാത്ത വാക്കല്ലേ. ഒരാൾ കാല് വയ്യാതെ ഇങ്ങനെ നൊണ്ടിങ്ങനെ പോവുക, അൽഹംദുലില്ലാ ഞാനാ പോകുന്ന ആളായില്ലല്ലോ അല്ലാ. ആ വാക്ക് അല്ലാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഖൽബൻ ശാക്കിറൻ, നന്ദി കാണിക്കുന്ന ഹൃദയം, അത് കിട്ടിയാൽ പിന്നെ ദുനിയാവിൽ ആഖിറത്തിൽ എല്ലാ ഖൈറും കിട്ടിയെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിസാനൻ ദാക്കിറൻ, ദിക്ർ ചെയ്യുന്ന നാവ്, ദിക്ർ ഉണ്ടാവുക, അള്ളാഹിനെ കുറിച്ച് പറയുക, അതന്നെ ദിക്ർ. ചുമ്മാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് മാത്രമല്ല ദിക്ർ, അത് അഫ്ദലു ദിക്റാണ്. എല്ലാം അള്ളാഹിനെ കുറിച്ച് പറയാം, പടച്ചവനെ കുറിച്ച് പറയാം. അള്ളാഹ് എത്ര നിഅമത്താ ചെയ്തില്ലേ, അള്ളാഹു എത്ര നിഅമത്താ. കിടന്നുറങ്ങാൻ പറ്റാതെ പിന്നെ വെടിയൊച്ചകൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ എത്രയുണ്ട്, പട്ടിണിയായിട്ട് റോട്ടിൽ കിടക്കുന്ന ആളുകൾ എത്രയുണ്ട്. അള്ളാഹു നിഅമത്ത് ചെയ്തല്ലോ. അള്ളാഹിനെക്കുറിച്ച് പറയുക, ദിക്റുകൾ പ്രോപ്പറായിട്ട് നടക്കുക, ബിസ്മി ചൊല്ലിയിട്ട് ഏത് കാര്യം നടത്തുക, കഴിയും അൽഹംദുലില്ലാ എന്ന് പറയുക. ടോയ്ലറ്റിൽ കയറുമ്പോഴും അള്ളാഹുവേ നിൻ്റെ ദിക്ർ ഓർക്കണമല്ലോ എന്ന് പറഞ്ഞ് ദിക്ർ ചൊല്ലിയിട്ട് കയറുക. തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴും ദിക്ർ ചൊല്ലുക. ദിക്റുമായിട്ട് ബന്ധപ്പെട്ട നാവ്, നേരത്തെ പറഞ്ഞല്ലോ അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ ഏറ്റവും അഫ്ളലായ ദിക്റല്ലേ. ഇതൊക്കെ നാവിലൂടെ ഉണ്ടാവുക, അത് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ കിട്ടിയതിൻ്റെ അടയാളമാണ്. വബദനൻ അലൽ ബലാഇ സ്വാബിറ, ഇനി ഒരു ബലാ വന്നു, പരീക്ഷണം, ഒരു തലവേദന വന്നു, ഒരു വയറുവേദന വന്നു, എന്താ ചെയ്യുക? അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി ക്ഷമിക്കുകയാണ്, ഈ പ്രയാസത്തിൽ നീ എനിക്ക് കൂലി നൽകണം അല്ലാ. ആ ക്ഷമ കാണിക്കുക. അക്ഷമയുടെ വാക്ക് പറയല്ല. ഒരു പ്രയാസം വരുമ്പോഴേക്ക് ഞാൻ കൃത്യമായിട്ട് പള്ളി പോയി എന്ന ആളാ, റമദാന് കൃത്യം നോമ്പ് പിടിച്ചാൽ, എന്നിട്ട് എന്താ എന്നോടിങ്ങനെ, എനിക്ക് ഈ ഗതി വന്നല്ല അല്ലാ എന്നും പറഞ്ഞ് കറിയാമെന്ന് പറഞ്ഞാൽ ആ പ്രയാസം ഒരിക്കലും മാറില്ല എന്ന് മാത്രമല്ല ഒരു കൂലി അല്ലാഹു തരൂല്ല. ക്ഷമിച്ച് പരമാവധി ക്ഷമിച്ച് പിടിച്ച് നിൽക്കുക നമ്മുടെ കാര്യങ്ങളിൽ. അൽഹംദുലില്ലാ അതിന് വല്ലാത്ത സ്ഥാനമാണ്, അതിന് വല്ലാത്ത നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്നത്. ഏത് കാര്യത്തിലും ക്ഷമ, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ ക്ഷമ. ഏറ്റവും നല്ല സൽസ്വഭാവി അള്ളാഹുവിൻ്റെ മനോഹരമായ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ക്വാളിറ്റി നോക്കുമല്ലോ, നമ്മുടെ മാർക്ക് നോക്കൂലേ. അതിൽ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന കാര്യമേതാ? ഹുസ്നുൽ ഖുൽഖാണ്, തറാവീസ്കാരല്ല, സൽസ്വഭാവമാണ്. അതാണ് ഭാരം കൂടുന്ന ഏറ്റവും നല്ല അമൽ. ആ അമൽ നമ്മുടെ പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അൽഹംദുലില്ലാ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് സൽസ്വഭാവം. ഈ സൽസ്വഭാവത്തെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ,
മഹത്തുകൾ പറഞ്ഞിട്ടുണ്ട്, സൽസ്വഭാവത്തെ 10 ഡിവൈഡ് ചെയ്താൽ അതിൽ 9 എന്താ, മറ്റുള്ളവരുടെ സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഓട്ടത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസം ഉണ്ടല്ലോ, വിഷമം, അതിനെ കണ്ടില്ല എന്നടിക്കുക, നെവർ മൈൻഡായിട്ട് വിടുക. എന്ത് ക്വാളിറ്റി എന്നറിയോ, അത് വിഷയമല്ല. ആ ഒരു രീതി, ആ ഒരു അവസ്ഥ, അത് തീർച്ചയായിട്ടും നമുക്കൊരുപാട് ഖൈറുകൾ, അതാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറ് കിട്ടാൻ അത് തന്നെ കാരണമാകും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശരീരം, ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ ഈ ഖൈറെല്ലാം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 4-മത്തത്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, വസൗജതൻ ലാ തബ്ഗീഹി ഖൗനൻ ഫീ നഫ്സിഹാ വമാലിഹി. തുബറാനി നിങ്ങൾ കൊണ്ടുവന്ന ഹദീത്താണ്. അതായത് ഒരു ഇണയെ കൊടുത്തു, അയാൾക്കൊരു ഇണ കൊടുത്തു, ഒരു ഭാര്യയെ കൊടുത്തു. ആ ഭാര്യയാണെങ്കിലോ തീർച്ചയായും അവൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും, പ്രസൻസിലും ആബ്സെൻ്റ് ആകുന്ന സമയത്തും സ്ഥലത്തില്ലെങ്കിലും അവൻ്റെ സമ്പത്ത്, അവൻ്റെ മുതൽ, അവരുടെ ശരീരം, 2 കാര്യത്തിലും ഭർത്താവിന് യാതൊരു വഞ്ചനയും വഞ്ചിക്കില്ല. ഭയങ്കര വാക്കാണ്ട് ഈ വാക്ക്. ഈ വാക്ക് ചുമ്മാ ഒരു പെണ്ണിനെ കൊടുത്തു, കെട്ടിയോളെ കൊടുത്തു എന്നല്ല. ആ കൊടുത്ത പെണ്ണിൻ്റെ കാര്യത്തിൽ ഈ മനുഷ്യന് ഏറ്റവും വലിയ ഖൈറ, ദുനിയാവിലും ആഖിറത്തിലും ഖൈറ. കാരണം ആ പെണ്ണ് അവൻ്റെ ധനത്തിലും അവരുടെ ശരീരത്തിൻ്റെ കാര്യത്തിലും ഭർത്താവിനെ വഞ്ചിക്കാത്ത, ഭർത്താവിനെ മാത്രം പ്രാപിച്ചു നിൽക്കുന്ന പെണ്ണാണെങ്കിൽ ഈ പെണ്ണിൻ്റെ കൈ പിടിച്ച് നാളെ സ്വർഗത്തിൽ പോകാം. സൗഭാഗ്യം അവിടെ കിട്ടും. ദുനിയാവിൽ ആഖിറത്ത് എല്ലാ ഖൈറും ഇവിടുന്ന് കിട്ടും. പക്ഷേ ഈ പെണ്ണ് ഇങ്ങനെ 2 ക്വാളിറ്റി വേണം. അവൻ്റെ ധനം നശിപ്പിക്കാൻ പാടില്ല, പിന്നെ അവരുടെ ശരീരം ഒരു കാരണവശാലും അതിൻ്റെ ശബ്ദത്തിന് പോലും ആസ്വാദനം വേറെ കൊടുക്കാൻ പാടില്ല. അത്യാവശ്യം സംസാരിച്ച് പോയി എന്നല്ലാതെ ആസ്വാദനം കിട്ടുന്ന തരത്തിൽ വേറൊരാളോടൊരു കമൻറ്റും പറയൂല, അത് ചാറ്റ് ചെയ്യൂല, വാട്സപ്പിൽ വരൂല്ല, ഒരു വോയിസും വിടൂല്ല, ഒന്നും വിടൂല്ല. ഭർത്താവിന് മാത്രം ആസ്വാദനം. അവിടെ ശരീരത്തിൻ്റെ ആകാര ഭംഗി, ഏറ്റവും കൂടുതൽ ഭംഗിയായി സുന്ദരിയായിട്ട് അവൾ പുറത്തുപോയി മാലോകർ കാണുന്ന തരത്തിൽ ഒരു നല്ല പെണ്ണുണ്ടാകില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവേ നിൻ്റെ പരീക്ഷണമാണ്, എനിക്ക് വിജയം നൽകണേ അള്ളാഹ് എന്ന് ദ്വാരക്കണം. പരീക്ഷണമാണ് ആ പെണ്ണ് സ്വാലിഹത്തല്ല. അത് നിനക്കെന്നെ അറിയാൻ പറ്റും. നിൻ്റെ കാര്യത്തിൽ അവൾ ഭയങ്കരമായി ആക്റ്റീവാണ്. അത് അള്ളാഹിൻ്റെ നിഅമത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിഅമത്ത്, ഈ 4 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ സൗഭാഗ്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ സഹോദരന്മാരെ ശ്രദ്ധിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിൻ്റെ സൗജ്, ഇണ, അതാരാ? ഭർത്താവാണ്. ആ ഭർത്താവ് ഈ ഭാര്യയുടെ കാര്യത്തിലുള്ള ആ ഒരു ശ്രദ്ധയും ഭാര്യയോടുള്ള അറ്റാച്ച്മെൻറ്റും, ആ ഭർത്താവിൻ്റെ ഒരു പൗരുഷത്തിൻ്റെ മുഴുവൻ സന്തോഷവും സ്നേഹവും പ്രൊട്ടക്ഷനൊക്കെ ആർക്കാ? ഭാര്യയ്ക്ക് വകവെച്ച് കൊടുക്കുകയാണ്. അവർക്ക് ആ പെണ്ണിന് വല്ലാത്ത കെയറിങ്ങാണ്. ഭർത്താവെന്ന് ചിന്തിച്ച വലിയ സ്നേഹം, സന്തോഷമാണ്. പിന്നെ മനസ്സ് വേറെ സ്ഥലത്തേക്ക് പോകാനില്ല, അവിടെ തന്നെ നിൽക്കും. അത്ര സ്നേഹവും സന്തോഷമാണ്. അത് ഭർത്താവും കീപ്പ് ചെയ്യണം. ഒരു വശം മാത്രം പറഞ്ഞു പോകുകയല്ല, 2 പേര്. അപ്പോൾ സ്വർഗത്തിൽ 2 പേർക്ക് ഒരുമിച്ച് നടക്കാം. ദുനിയാവിൽ ഖൈർ മുഴുവൻ 2 പേർക്കും കിട്ടും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് കിട്ടിയാൽ ദുനിയാവിൽ ആഖിറത്തിലും ഖൈർ കിട്ടിയെന്നതിൻ്റെ അടയാളമാണ്, വിജയിച്ചു എന്നതിൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളാണ്. ശ്രമിച്ചാൽ നടക്കും. നടക്കാത്തതോ? ഇപ്പോൾ ഒരാളുടെ ഭാര്യ, ഭർത്താവ് സ്വഭാവത്തിൽ ദൂഷ്യതകൾ മനുഷ്യനല്ലേ ഉണ്ടാകുമല്ലോ. അതൊക്കെ നമ്മൾ മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അള്ളാഹിനോട് ദ്വാരക്കുക, അവരോട് പറയുക, പരസ്പരം അതിൻ്റെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുക. അള്ളാഹിനോട് ദ്വാരക്കുക, നല്ല ഇണയാക്കണേന്ന് പറഞ്ഞ് ദ്വാരക്കുക. പിന്നെന്താ, അള്ളാഹു സഹായിച്ചു തരും, കുഴപ്പമില്ല. പിന്നെ നമ്മൾ നന്ദിയുള്ളവരാവുക. നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിഷമം വരുമ്പോൾ സഹിക്കുക, നന്ദി ഉള്ളവരാകുക, നാവിലൂടെ ദിക്റുണ്ടാവുക. ഇതൊക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. അള്ളാഹു സഹായിക്കും പ്രിയപ്പെട്ടവരെ, അള്ളാഹു സഹായിക്കും. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന 4 ഖൈറും നമുക്കെല്ലാം നൽകട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله